ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ കൊമ്പും കോലുമായിട്ട് എങ്ങോട്ടാണെന്നല്ലേ. അപ്പോൾ രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം ഏകദേശം പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വിഷു ആണല്ലോ. അപ്പോൾ പിന്നെ ഇനിയിപ്പം പുതിയതായിട്ടൊന്നും വാങ്ങിക്കണ്ട, അന്നേരത്തേക്കിന് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പം നമ്മുടെ പപ്പാക്കായയിലൊരു 2-3 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ പറിച്ചിട്ടു കേട്ടോ. അപ്പം പിന്നെ നമുക്കത് കറി വെക്കാം. അതായിരിക്കും ഇന്നത്തെ നല്ലത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് വിഷുവിന് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണമല്ലോ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചീഞ്ഞങ്ങ അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൊത്തി എരിഞ്ഞ് വെക്കാം കേട്ടോ. എനിക്കിത് കൊത്തി എരിഞ്ഞ് വെക്കുന്നതാണ് ഇഷ്ടം. നമ്മുടെ ചോപ്പറിൽ വെച്ചിട്ട് അങ്ങനെ ചോപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പപ്പായ എനിക്ക് നന്നായിട്ട് കൊത്തി എരിഞ്ഞ് അങ്ങനെ വെക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അതൊക്കെ നല്ലതായിട്ട് വൃത്തിയാക്കി അതൊക്കെ നന്നായിട്ടൊന്ന് കൊത്തി എരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കുറച്ച് സമയം എടുത്തെന്ന് പറഞ്ഞാൽ ഞാനത് മുഴുവൻ തന്നെ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടെ തിരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പം ഒരു അരമുറി തേങ്ങ മതി. പിന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ആ തേങ്ങയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി, കുറച്ചല്ല 2-3 ഉള്ളി, പിന്നെ ചുവന്നുള്ളി, കുറച്ച് ജീരകം, പിന്നെ ഒരു പച്ചമുളക്, മഞ്ഞൾപ്പൊടി. അപ്പം ഇത്രയും ഇട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് അരിയുന്നില്ല അങ്ങനെ. പിന്നെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട്, ഉണക്കമുളകില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടു. അതിന് ശേഷം ഞാൻ ആ പപ്പായ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കി മൂടി വെക്കണേ. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നെ കുറച്ച് പരിപ്പ് കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഇളക്കിക്കൊണ്ടിരുന്നപ്പം നമുക്ക് ഭയങ്കര വെയിലാണല്ലോ. അപ്പോഴത്തെ 2-3 മാങ്ങ രാവിലെ വീണത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമാണെന്ന് നോക്കിയത് എന്നാൽ കുഴപ്പമില്ല, നല്ല മധുരമായിരുന്നു. അപ്പോഴത്തെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് ആദ്യം വെച്ചു കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് 2-3 ഐസ് ക്യൂബും പിന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, പഞ്ചസാര ഞാൻ ഇട്ടില്ല കേട്ടോ. കാരണം ചൂടായതുകൊണ്ട് പിന്നെ പഞ്ചസാര ഇട്ട് നമുക്കൊരു ദാഹം പിന്നെ തോന്നും. പിന്നെ കുറച്ച് കഷങ്ങളിട്ട് ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു കേട്ടോ. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മനുഷ്യനൊരു ആശ്വാസമായി. അപ്പോൾ അവന് ഇച്ചിരി പഞ്ചസാര ഇട്ടാണ് ഞാൻ കൊടുത്തത്. പിന്നെ നമ്മുടെ തേങ്ങാക്കൂട്ട് പപ്പായയിലോട്ട് ഇട്ട് കൊടുത്ത് അത് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് കുറച്ച് പള്ളത്തി ഇരിപ്പുണ്ട് കേട്ടോ. ആ മീനും കൂടെ ഞാൻ വറുത്തു. പിന്നെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടേ. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ കറികളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.